നമസ്കാരം. ഇത് നമുക്കെല്ലാവർക്കും കുട്ടന്തുരുത്ത് ക്രിയേഷൻസിലൂടെ വളരെ സുപരിചിതനായ നമ്മുടെ പ്രിയങ്കരനായ മഹേശ്വർ. മഹേശ്വർ ഈ കാണുന്ന പോലെയുള്ള ആള് വളരെ വലിയൊരു വ്യക്തിത്വമുള്ള ഒരാളാണ്. ഇദ്ദേഹം സ്വന്തം പാട്ടുകൾ ഉണ്ടാക്കി ഈണം നൽകി പാടുകയും അങ്ങനെ ഒരുപാട് സംഭവങ്ങളിലൂടെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ നിരന്തരം എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മഹേശ്വർ. മഹേശ്വറിന്റെ പുതിയ പ്രൊജക്ടുകളെ കുറിച്ച് നമുക്കൊന്ന് ആരായാം. എന്തൊക്കെയാണ് മഹേശ്വർ? ഞാൻ തന്നെ ഇപ്പൊ ഒരു പാട്ട് എഴുതി, അതിന്റെ ഷൂട്ട് കഴിഞ്ഞു. അപ്പൊ അത് ഇറങ്ങാൻ ഒരു 10 ദിവസം തന്നെ ഇറങ്ങാനായിരുന്നു. പാട്ട് വളപ്പൊട്ടുകൾ എന്നാണ് അതിന്റെ. വളപ്പൊട്ടുകൾ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. വളപ്പൊട്ടുകൾ വരും. ഞാൻ തന്നെ രാജേഷ് ഒരു ഇതിനാണ് ഈ പാട്ട് എഴുതിയത്. രാജേഷ് കുട്ടന്തുരുത്ത്. രാജേഷന്റെ ഇതിലാണ് എഴുതിയത് ഈ പാട്ട്. രാജേട്ടൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ പാട്ട് ഞാൻ എഴുതിയത്. അതെ. അപ്പൊ അതിന്റെ ഷൂട്ട് കഴിഞ്ഞ് അതിനെ അഭിനയിച്ചത്, പാടിയത്. ഈ രാജേഷ് എന്ന് പറഞ്ഞ ആള് നമുക്ക് ഒരുപാട് സുപരിചിതനായ ആളാണ്. രജനീകാന്തൊക്കെ ആയിട്ട് ഒരുപാട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമുക്ക് ഒരുപാട് സുപരിചിതനായ ആളാണ്. രാജേഷാണ് ഈ മഹേശ്വറിനെ ഇത്രയും പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ഒരു കുതിച്ചാട്ടത്തിനുള്ള ഒരു അവസരം ഉണ്ടാക്കി, അല്ലേ? തീർച്ചയായിട്ടും സത്യം. അപ്പോ ഇപ്പൊ പുതിയ ഈ പാട്ടിന്റെ പേര് തന്നെ വളപ്പൊട്ടുകൾ. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേരാണ്. എന്തായാലും അത് ഞങ്ങൾക്ക് വേണ്ടി നമ്മുടെ പേഴ്സർക്ക് വേണ്ടി ഒരു കാവിയിലേക്കിലുക്കവും കേട്ട് പോകണ നേരം കണ്ടു ഞാൻ. കാവിയിലേക്കിലുക്കവും കേട്ട് പോകണ നേരം കണ്ടു ഞാൻ. ഇങ്ങനെയാണ് പാട്ട് തോന്നുന്നത്. സൂപ്പറായിട്ട് നല്ല ഓളമുള്ള ഒരു പാട്ടാണ്. മണിച്ചേട്ടന്റെ ഒക്കെ കാലഘട്ടത്തില് മണിച്ചേട്ടൻ ഏറ്റവും കൂടുതൽ സിനിമയില് ക്ലിക്കായതിന് അപ്പുറത്തായിട്ട് ഇതുപോലുള്ള നാടൻ പാട്ടുകളിലൂടെ ക്ലിക്കായ ഒരാളാണ്. എന്തായാലും അതുപോലെ തന്നെ മഹേശ്വരനും ഒരു വൻ വിജയമാവട്ടെ ലൈഫ്. ഇനിയും നല്ല പുതിയ പാട്ടുകൾ നമുക്ക് വേണ്ടി ഇറക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്ന വീഡിയോ റിലീസ് ചെയ്യുന്നതിന് എല്ലാവരും ക്ഷമിക്കുക. ഉടനെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം വരും. നമ്മുടെ കുട്ടന്തുരുത്ത് ക്രിയേഷൻസിൻ്റെ ഒരു ആൽബം റിലീസാകാൻ പോകുന്നുണ്ട്, വളപ്പൊട്ടുകൾ. അപ്പോൾ ഇത് എഴുതി പാടി അഭിനയിച്ചിരിക്കുന്നത് മഹേശ്വറാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് മഹേശ്വർ പറയും. അപ്പോൾ എല്ലാവരും തുടർന്നും നമ്മളുടെ ചാനലിൽ മാക്സിമം സപ്പോർട്ട് തരിക. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു 7 ഷോർട്ട് ഫിലിം നമ്മളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡിലേ ഇല്ലാണ്ട് കറക്റ്റായിട്ട് നമ്മുടെ വർക്കുകൾ വരും. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് തരിക. ഓക്കെ, താങ്ക് യു. മഹേശ്വറിന് എന്താണ് പറയാനുള്ളത് കേൾക്കാം. വളർത്തു ദോഷം അല്ലാതെ എന്ത് പറയാ? പുള്ളിക്കാരത്തിന് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞാൽ ഇല്ല. അത് അടുത്തായിട്ട് പുള്ളിക്കാരത്തിന് സിംഗൽ ആളുടെ തലയിലുണ്ടാവും. കളിക്കഴിച്ച് റിയാക്ഷൻ എവിടെ നിന്ന് പിടിക്കും, മറുപടി പിടിക്കും. മനസ്സിലായോ? തിരിഞ്ഞിട്ട് വളർത്തു ദോഷം അല്ലാതെ എന്ത് പറയാൻ? അപ്പൊ അടുത്തേല് എന്റെ മോനെ നല്ല രീതിയിലാണ് ഞാൻ വളർത്തിയേക്കണത്. എന്നവനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ച് അന്ന് തുടങ്ങിയതാണ് അവന്റെ കഷ്ടകാലം. അതെങ്ങനെ വലത് കാലി വെച്ചു വന്ന് കയറിയപ്പോഴേ തുടങ്ങിയില്ലേ ചെവിയിൽ ഓതി കൊടുക്കാൻ. അത്രയും സിംപിൾ. എന്റെ മോനെ ഞാൻ നല്ല രീതിയിലാണ് വളർത്തിയേക്കണത്. എന്നവനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ച് അന്ന് തുടങ്ങിയതാണ് അവന്റെ കഷ്ടകാലം. അതെങ്ങനെ വലത് കാലി വെച്ച് കയറിയപ്പോ തുടങ്ങിയില്ലേ ചെവിയിൽ ഓതി കൊടുക്കാൻ. Action.